ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഡ്രില്ലിംഗ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പനി തന്നെ ചെയ്തിട്ടുള്ള ഡെമോ. ഇതിനായിട്ടുള്ള സ്ക്രൂകളും അതിന്റെ പ്ലഗുകളും നമുക്കിപ്പോ നമസ്കാരം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പോറോത്തോം ബ്രിക്കിൽ ചെയ്യുന്ന ഡ്രില്ലിങ്ങിനെ കുറിച്ചാണ്. കോമൺ ആയിട്ട് എല്ലാവരും ഒരു 10 പേര് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 പേരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഡ്രില്ലിങ് ചെയ്യണത്. നമ്മൾ അതിന് മാത്രം സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലേ. നമ്മൾ വർക്ക് നടക്കുന്ന സമയങ്ങളിൽ ഡ്രില്ലിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കാണിക്കാറുണ്ട്. അത് പല വീഡിയോയിൽ പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് നമ്മുടെ ഷോപ്പിലാണ്. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡെമോയൊക്കെയാണ്. ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള ഡ്രില്ലിങ്ങുകളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്യുന്നത് ഇപ്പൊ കാണിക്കുന്നില്ല. അത് നമ്മൾ മറ്റൊരു അവസരത്തിൽ നമ്മൾ വേറൊരു സൈറ്റിൽ പോയി അതിനായിട്ട് പോയി തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഏത് വെയിറ്റ് വരെയൊക്കെ ഇതുമ്മ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മളുടെ കമ്പനി തന്നെ ചെയ്തിട്ടുള്ള ഡെമോ വാളാണ്. ഇതിനകത്ത് ഇതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ ഹോള് ഡ്രില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല വെയിറ്റ് തൂക്കാനായിട്ട് പല രീതിയിലാണ് നമ്മൾ സ്ക്രൂകൾ ചെയ്യുന്നത്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം സ്ലീവ്, ഇപ്പൊ ആദ്യം ഈ മറ്റേ വുഡൻ പെഗ് വെച്ചിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയ ചെറിയ ഫോട്ടോ ഫ്രെയിം, ക്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് വുഡൻ പെഗ് വെച്ചിട്ട് അതുമ്മ നമുക്ക് ആണി അടിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ പ്ലഗ് വെച്ചിട്ട് അതിന്റെ മുകളിൽ സ്ക്രൂ ചെയ്തിട്ട് കുറച്ചും കൂടി വെയിറ്റ് ഉള്ള സാധനങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിനേക്കാളും വലിയ പ്ലഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് കൂടിയിട്ടുള്ളത്. ഇപ്പൊ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളുടെ ഇതിന്റെ സ്ക്രൂവിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ പ്ലഗിന്റെ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അടക്കം ഇവിടെ ചാർട്ട് അടക്കം നമ്മളുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഞാൻ മിറർ ഫോട്ടോസ് അതിനൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ വുഡൻ പെഗ് വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ അറ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാൾ മൗണ്ട് ക്ലോസറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 16x100 mm ബോൾട്ടും ഇതുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ സ്ക്രൂയിങ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അത് 16 എന്ന് പറയുമ്പോൾ ഈ 16 എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ക്രൂവിന്റെ ഡയമീറ്റർ ആണ്. പിന്നെ 100 mm എന്ന് പറയുന്നത് അതിന്റെ സൈസ് ലെങ്ത് ആണ്. അപ്പൊ അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു അപ് ടു 70 kgs വെയിറ്റ് ഉള്ളത് ഇതാവുമ്പോ എന്താ പറയാ 100 kgs എബവ് ആണ് വാൾ മൗണ്ട് ക്ലോസറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ. അതല്ലാതെ ഒരു അപ് ടു 70 kgs ഒക്കെ വരുന്ന വെയിറ്റ് വരുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ 8x60 mm ഓർ 8x80 mm ഈ സൈസിൽ വരുന്ന സ്ക്രൂകളാണ്. ഇപ്പൊ നമുക്ക് കമ്പനി തന്നെ ഇങ്ങനെ സ്ക്രൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കമ്പനി പറയുന്ന രീതിയിലുള്ള ഇൻസ്റ്റാളേഷൻ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഇതിനായിട്ടുള്ള സ്ക്രൂകളും അതിന്റെ പ്ലഗുകളും നമുക്കിപ്പോ ആങ്കർ ബോൾട്ട് ഒക്കെ പോലെ നമ്മൾ സ്ക്രൂ ചെയ്ത് ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ ഹോളിൽ കൂടെ വന്ന് പിന്നെ ഇതിലേക്ക് വന്ന് അടുത്തേക്ക് വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് അകത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പൂ പോലെ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കും. അതങ്ങനെ ഇത് നമ്മൾ സൈഡിൽ നിന്ന് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നേരിട്ട് കാണാം കേട്ടോ. അപ്പൊ അതാ ഇങ്ങനെ കമ്പനി തന്നിട്ടുള്ള സ്ക്രൂകളാണ്. ഇതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇതിന്റെ പറ്റണ സൈസിൽ കറക്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ബിറ്റുകളും ഇതൊക്കെ നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോറോത്തോം ബ്രിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലേബേഴ്സ് തുടങ്ങി ഇങ്ങനെയുള്ള ആക്സസറീസ് ഇതുമ്പോൾ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ വരെയുള്ള എല്ലാ രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു HP ബ്രിക്ക് കാണാം. അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ വർക്ക് എന്താണോ, ഇപ്പൊ ബ്രിക്ക് ലേയിങ് ആണെങ്കിൽ അത് മാത്രമാണ് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം മൂടി പോയിട്ടുണ്ടാവില്ല, കാണാൻ പറ്റില്ല. നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബ്രിക്കുകളും ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഫിറ്റിംഗ്സ് ഉണ്ട് എല്ലാ രീതിയിലും. ഇപ്പൊ ഇവിടെ നമ്മൾ ഡെമോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത് അപ് ടു 20 kgs ആണ്. ഇപ്പൊ ഒരു ഹാഫ് ബ്രിക്കിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ഒരു 20 kgs ആക്കിയിട്ട് ഇതാ കണ്ടില്ലേ. ഇത് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ പ്ലഗ് വെച്ചിട്ട് ഈ ചെറിയ സ്ക്രൂയിലാണ് ഇത് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ആവുമ്പോ മീഡിയം ലോഡ്സ് അപ് ടു 70 kgs വരെ വരുന്ന ലോഡ്സ് ആണ് ഇവിടെ നമ്മൾ ഡെമോ ചെയ്തിരിക്കുന്നത്. 2 HP 8 ഇഞ്ചിന്റെ HP ബ്രിക്കില് നമ്മളിങ്ങനെ നിറച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 100 kgs വരുന്ന ഒരു ഡെമോയാണ് കണ്ടത്. ഇതൊരൊറ്റ ബോൾട്ടിലാണ്, ഒരൊറ്റ സ്ക്രൂയിങ്ങിലാണ് ഇതിങ്ങനെ നിൽക്കണേ. അപ്പൊ ഇതും നമുക്ക് ഇവിടെ നേരിട്ട് വന്നാൽ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ബ്രിക്കിന്റെ വെയിറ്റ് തന്നെ ഒരു 10 കിലോ വെച്ചിട്ടാണ് ഒരു ബ്രിക്കും 8-8-16 വരിക, 10-10.5 കിലോ വരിക.
3 കട്ട തന്നെ 30 കിലോയായി. പിന്നെ അതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ച് വരുമ്പോൾ ഇത് 100+ kgs ആയി ഇതിന്റെ വെയിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ഇവിടെ നമ്മൾ ഡെമോ ചെയ്തിട്ടുണ്ട്. ഈ ഡെമോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ഒക്കെ നമുക്ക് ഒരു ഡൗട്ടോ ഒരു ടെൻഷനോ ഒന്നും ഒരു അറിയില്ലാതെ നിങ്ങളുടെ ചുമരുകളുമേ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.